ഇന്നത്തേത് ഇതുവരെ നേരിൽ കാണാത്തൊരു സുഹൃത്തിനെ നേരിട്ട് കാണാൻ പോയ കഥയാണ്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളായിരിക്കും ഇദ്ദേഹം. ആരാണ് കക്ഷിയെന്ന് ഞാൻ വഴിയേ പറയാം. ചിന്നു ഷൂട്ടിലായതുകൊണ്ട് എന്നത്തെയും പോലെ നിങ്ങളെയും കൂടെ കൂട്ടിയാണ് ഇന്നത്തെ യാത്ര. പിന്നെ ഈയിടെയായിട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ ഇത്. പല്ലുതേപ്പല്ല, ചിന്നുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്കിൻ കെയർ റൊട്ടീൻ. അത് രാവിലെ തന്നെ തുടങ്ങുന്നത് ദേ ഈ ഫേസ് സ്ക്രബിലാണ്. ഉപയോഗിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതി. മൊറീഷ്യസിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ടാൻ മാറാൻ ഇത് നല്ലോണം സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഗ്ലോയും തരും. ഞാൻ ആഴ്ചയിൽ ഒരു 2-3 വട്ടം യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടായി എന്ന് തന്നെ പറയാം. ഉപയോഗിച്ച് നോക്കിയിട്ട് ബാക്കി നിങ്ങൾ തന്നെ പറയൂ. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി ഇന്നലെ നടക്കാൻ പോയപ്പോൾ പറിച്ചുകൊണ്ടുവന്ന ചെമ്പരത്തി പൂ വെച്ചൊരു ചായ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. പണ്ട് കുഞ്ഞിനാളിലെ സീതാമ്മച്ചിയുടെ കടയിലെ സർബത്ത് കുടിക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അമ്മുമ്മ മുറ്റത്തെ ചെമ്പരത്തി പൂ പറിച്ച് നാരങ്ങയും പിഴിഞ്ഞ് ഒരു ചെമ്പരത്തി നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമായിരുന്നു. അതിന്റെ ഒരു ആധുനിക വെർഷനാണ് ഇത്. പഞ്ചസാരയ്ക്ക് പകരം അല്പം തേനും വെള്ളം തിളപ്പിക്കുമ്പോൾ രുചിക്ക് 2 ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുത്താൽ സംഗതി ഉഷാറായി. അങ്ങനെ ചെമ്പരത്തിയും അകത്താക്കി നേരെ ഒന്ന് മുടി മുറിക്കാൻ ഇറങ്ങി. കഴിഞ്ഞ തവണത്തെ പോലെ പരീക്ഷണത്തിന് നിൽക്കാതെ മാന്യമായി മുടിയും വെട്ടി തിരികെ വീട്ടിലെത്തി കുപ്പായവും മാറ്റി ചെങ്ങായിയെ കാണാൻ ഇറങ്ങി. ഇനി കാണാൻ പോകുന്ന ആളെ പറ്റി പറയാം. നമ്മുടെ സ്വന്തം വോക്ക് വിത്ത് ആൽബി. ഇദ്ദേഹത്തിന്റെ ഹായും ഓക്കെ ബായും കേൾക്കാത്തവർ കുറവായിരിക്കും. ഞാൻ ഈ കഥ പറയാൻ തുടങ്ങിയ സമയം മുതൽ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ച 2 പേരിൽ രണ്ടാമനാണ് ആൽബി. വൈകുന്നേരം നടക്കുന്ന ഞങ്ങൾ 2 ആൾക്കും ക്ഷണമുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ആൽബി എറണാകുളത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുമില്ല. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കരുതി നേരെ ആള് താമസിക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ അതാ നിൽക്കുന്നു സ്വന്തമായി കോട ഇറങ്ങുന്ന മലയും വീടും ജാതിത്തോട്ടവും ഒക്കെയുള്ള സാക്ഷാൽ ആൽബിൻ. കയ്യിലെ പൊതി കണ്ടപ്പോൾ കക്ഷിയുടെ ഭാര്യ വീട്ടിൽ നിന്നുമുള്ള റംബൂട്ടാനായിരിക്കുമെന്ന് കരുതിയ എനിക്ക് കപ്പലണ്ടി മിഠായിയും എള്ളുണ്ടയും തന്ന് ആൽബിൻ മാതൃകയായി. തിരിച്ചെന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആളെയും കൂട്ടി എന്റെയും ചിന്നുവിന്റെയും ഫേവറേറ്റ് ആയ സത്താറിൽ കൊണ്ടുപോയി കൂസി ദജാജും മേടിച്ചു കൊടുത്ത് സൊറയും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും പരിപാടിക്കുള്ള സമയമായി. അങ്ങനെ അവിടുന്ന് നേരെ പരിപാടി നടക്കുന്ന സ്ഥലമായ ബോൾഗാട്ടിയിലേക്ക് തിരിച്ചു. സംസാരിക്കാൻ 2 പേരും ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് ഭൂമിയുടെ താഴെയുള്ള സകലമാന കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു യാത്ര. അങ്ങനെ ഒടുവിൽ സ്ഥലത്തെത്തി. അല്പനേരം കൊച്ചിക്കായലിന്റെ ഭംഗിയും ആസ്വദിച്ചു നിന്നിട്ട് നേരെ അകത്തേക്ക് കയറി. ഞങ്ങളെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെയും ഒരുപാട് പേരുണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയവരോടൊക്കെ വാചകവും അടിച്ച് പരിപാടിയും കൂടിയപ്പോഴത്തേക്കും കഴിച്ച കൂസി ദജാജ് വയറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെ രണ്ടാമതും ഭക്ഷണവും കഴിച്ച് ഒരു റൗണ്ട് കത്തിവയ്പും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ആളും യാത്ര പറഞ്ഞിറങ്ങി. സോഷ്യൽ മീഡിയ വഴി മാത്രം പരിചയപ്പെട്ടിട്ടുള്ളവരെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വർഷങ്ങളായി എന്റെ കൂടെയുള്ള ഉറ്റ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ ഓക്കെ, ബൈ.